കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2022 ചോദിച്ചിട്ടുള്ള 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ EOQ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ആനുവൽ യൂസേജ് 8000 യൂണിറ്റ്സ്, പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് ₹10, ordering cost per order ₹80, carrying cost 20% per unit cost. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇവിടെ EOQ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? EOQ ഈസ് ഈക്വൽ ടു √2AO ഡിവൈഡ് ബൈ C ആണ്. അതായത് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? √2AO ഡിവൈഡഡ് ബൈ C എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് √2CO ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നിങ്ങൾ ഇക്വേഷൻ ഏതാണോ പഠിച്ചത് അത് വെച്ച് ചെയ്താൽ മതി. എല്ലാം സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ കൺസംഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആനുവൽ കൺസംഷൻ തന്നിട്ടുള്ളത് 8000 ആണ്. അതാണ് നമ്മൾ A എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇനി O എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓർഡറിംഗ് കോസ്റ്റ് തന്നത് എത്രയാണ്? 80 ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക. ആനുവൽ കൺസംഷൻ അതാണ് ആനുവൽ യൂസേജ് 8000 ആണ്. അതേപോലെ ഓർഡറിംഗ് കോസ്റ്റ് ഈസ് 80 ആണ്. ഇതാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ജസ്റ്റ് A എന്ന് പറയുന്നത് 8000 ആണ്, O എന്ന് പറയുന്നത് 80 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? C ആണ്. C എന്ന് പറയുന്നത് കേരിയിങ് കോസ്റ്റ് ആണ്. കേരിയിങ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 20% പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. 20% പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഇതിന്റെ 20% ആണ്. അപ്പൊ നമുക്ക് 2 എന്ന് കേരിയിങ് കോസ്റ്റിന്റെ എമൗണ്ട് കിട്ടും. നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഇക്വേഷൻ എന്തായിരുന്നു? 2AO ഡിവൈഡ് ബൈ C ആയിരുന്നു ഇക്വേഷൻ. അപ്പൊ 2 ഇൻറ്റു 8000 അതാണ് A ഇൻറ്റു 80 ഡിവൈഡ് ബൈ 2. അതായത് √12,80,000 ഡിവൈഡ് ബൈ 2 എന്നാവും. √6,40,000 എന്ന് കിട്ടും. √6,40,000 എന്ന് കിട്ടും. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 800 ആയിരിക്കും EOQ എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക.